അമ്മേ അമ്മേ എവിടെയാണ്? ഇവിടെയാണേ നന്നേ. അമ്മേ വിശക്കുന്നു, വേഗം ഭക്ഷണം കൊടുക്കണേ അമ്മേ. ഇന്നേക്ക് ഒന്നുമില്ലേ മോളെ, നാളെ കൊടുക്കാം. സർ, ഇന്ന ഗ്രാമം മുഴുവൻ തിരിഞ്ഞു, എവിടെയും ജോലി കിട്ടിയില്ല. എന്തു ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ തന്നെ ഞാൻ ശേഷിക്കുമോ? ആ വീതിയുടെ അറ്റത്തുള്ള ഭർത്തി കൂട്ടാരെ ഞാൻ ചോദിച്ച് ഭക്ഷണം കഴിക്കണമോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ നിരാശയുണ്ട്. നന്നെ ഉപയോഗം ഇല്ലാത്തവയെ ഉണ്ടാക്കുന്നത് മനുഷ്യർക്കാവാം, പക്ഷേ ദൈവം ഇതുവരെ ഉപയോഗം ഇല്ലാത്തതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴത് നിനക്ക് മനസ്സിലാകാതിരിക്കാം, പക്ഷേ ദൈവം നിനക്കായി വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവത്തിൻ്റെ ആലോചനകൾ നിനക്കായി വളരെ വലിയവയാണ്. വിഷമിക്കേണ്ട നന്നേ, ദൈവം നിന്നെ വളരെ വലിയ നിലയിൽ ഉയർത്തി നിൽക്കും. നിന്റെ ശ്രമം നിർത്താതെ മുന്നോട്ട് പോകൂ. ശരി, ഇനി വൈകി, നമുക്ക് കിടക്കാം. സാർ, ഇവിടെ എങ്കിലും എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ സാർ? നീ ആരുടെ ആളാണ്? സീമോന്റെ മകനാണ് സാർ. ഒരു വർഷം മുമ്പ് ചൻപോയ ആ സീമോന്റെ മകനോ? അതെ സാർ. എന്ത് ജോലി ചെയ്യാൻ വരുന്നു? ഈ ജോലി എങ്കിലും ഞാൻ ചെയ്യും സാർ. ഇവിടെ ചെയ്യാൻ ജോലി ഒന്നുമില്ല, പോക്ക് അകത്തേക്ക് പോ. നിങ്ങൾ ഏത് ജോലി കൊടുത്താലും ഞാൻ ചെയ്യും സാർ. എങ്ങനെ ചെയ്യും? കൈകൾ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പോകുന്നു? എനിക്ക് തന്നെ ചെയ്യാനുള്ള ജോലികൾ ഉണ്ട്. അത് അല്ല സാർ, ഒരു അവസരം മാത്രം. വരുന്നു ഇനി മുതൽ. സാർ, ജോലി വേണ്ടി നോക്കുകയാണ്, ഒന്ന് സഹായിക്കണം. ഒരിക്കൽ അവസരം കൊടുത്തു നോക്കൂ, എന്തും ചെയ്യും സാർ. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് ദൈവമേ? എനിക്ക് ഇത്ര ശിക്ഷ എന്തിന്? നിന്ദ്യമായ ജീവിതം ജീവിക്കുകയാണ്. നിനക്ക് എനിക്ക് നേരെ ദ്വേഷമോ? എൻ്റെ ജീവൻ എന്തിന്? ഉപയോഗമില്ലാത്ത എൻ്റെ ജീവിതം എന്തിന്? എനിക്ക് പിന്നാൻ വഴിയില്ല. അമ്മയെ നോക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഒരു പൈതലാണോ എന്ന് തോന്നുന്നു. ദയവായി സഹായിക്കാമോ? നോക്ക്, ഇവിടെ നിന്ന് ഒന്നും ലഭിക്കില്ല, പക്ഷേ കുറച്ച് കാറ്റിക്കിട്ടു നിരത്ത് പശുക്കളെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ജോലി നൽകാം. അത് എങ്കിൽ എനിക്ക് മലിനമായ സ്ഥലത്ത് ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ? അപ്പോൾ എന്ത്, ജോലി ചെയ്യാൻ കഴിയില്ലേ? അത് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ ചെയ്യുമെന്നില്ല. ശരി, നാളെ രാവിലെ കാറ്റ് വീശുമ്പോൾ വരും. ശരി, എവിടേക്ക് വരണം? ഗ്രാമത്തിന്റെ അറ്റത്ത് ബാബുവിന്റെ പശുശാലയിലേക്ക്. പണി ചെയ്യാൻ വന്നിരിക്കുന്നു അണ്ണ. വിവാഹം നിനക്കായി കാത്തിരിക്കുമ്പോൾ തന്നെ സമയത്ത് എത്തിപ്പോയി അയ്യ. വന്നിരിക്കുന്നു അണ്ണ. ആടുകളോടൊപ്പം എനിക്ക് ഈ പശുക്കളുമുണ്ട്. ആടുകളെ മേയാൻ കൊണ്ടുപോകുമ്പോൾ അവയെ നോക്കാൻ ആരും ഇല്ല. പശുക്കൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി നീ വന്നതല്ലേ, അവയുടെ മുഴുവൻ ഉത്തരവാദിത്വവും നിനക്കാണ്.
പുലർച്ചെ എഴുന്നേറ്റ് മുഴുവൻ വീട്ടുമുറ്റവും വൃത്തിയാക്കണം. പാൽ നന്നായി പിഴിഞ്ഞ് അരിയൽ വരും, അവന് നൽകണം. പിന്നെ നീ മറക്കുമോ എന്ന് ഭയമാണ്, അവയ്ക്ക് മേയ് വയ്ക്കുന്നത് മറക്കരുത് പറഞ്ഞതൊക്കെ. മനസ്സിലായോ, അല്ലെങ്കിൽ ഉറങ്ങുകയാണോ? ഇല്ല അണ്ണ, മനസ്സിലായി. ശരി. മുട്ടുകളെല്ലാം ആ കുട്ടികൾ കൃഷിയിലേക്ക് കൊണ്ടുപോയി. ശരി, ഞാൻ ഗ്രാമത്തിലേക്ക് പോകണം. നീ ജോലി തുടങ്ങിക്കോ. അങ്ങനെയിരിക്കും അച്ഛാ. ആരാണ് നീ? പുതിയ ജോലി തുടങ്ങാനാണ് അച്ഛാ. ഓ, നീയല്ലാതെ മറ്റാരുമില്ലേ? ഭാവിയുടെ അടുത്ത് നിന്ന് 10 കിണർ വെള്ളം കൊണ്ടുവരണം. ഓ, ശരി അച്ഛാ. എന്താ ജോലി ഉപേക്ഷിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുക? അല്ല അയ്യ, ആ ആടുകൾക്ക് വെള്ളം കൊടുക്കാനാണ് വന്നത്. അങ്ങനെയോ? എന്താ, ഓരോരുത്തൻ കൊണ്ടുവന്നാൽ വൈകും. 2 എണ്ണം വീതം പിടിച്ചു കൊണ്ടുവരൂ. പോ. മതി, എനിക്ക് ഇത്രയും മതിയാ. അങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ ജോലി എങ്ങനെ ചെയ്യും? പുതിയ തൊഴിലാളി നല്ലതായാണ് ചെയ്യുന്നത്. അണ്ണ ക്ഷമിക്കണം, കണ്ണുകൾ വിട്ടുപോയി. പൗരനോട് പറയുന്ന മറുപടി മെച്ചപ്പെടുത്തിക്കൊള്ളൂ. ശരി. എന്ത് തരത്തിലുള്ളത്? അവരെല്ലാവരെയും കൈവശം വയ്ക്കും. അതാണ് വിധി. അതിനാൽ വേണ്ട ബാബു, ഞാൻ പോയി 2 കുന്നുകൾ കൂടി അന്വേഷിക്കും. എന്ത് സംഭവിച്ചു? അയ്യോ, കുന്നുകൾ പൊട്ടിപ്പോയി. എന്താ? വെള്ളം കൊണ്ടുവരാനാണ് പറഞ്ഞത്, പക്ഷേ പക്കൽ വെച്ച് വിട്ടു. ശരി, അത് നമുക്ക് കുറച്ച് യാത്ര തുടങ്ങാം. കുട്ട, എല്ലാവരോടും പറയൂ. ശരി, പറയും. ആരാണ് കൈവച്ചത്? അതെന്താ അങ്ങനെ പറയുന്നത്? ഞാനാണ് വച്ചത്. എൻ്റെ അമ്മാമ്മ പഠിപ്പിച്ചതോ? അതുകൊണ്ടാണ് നിങ്ങളുടെ താതയും അമ്മാമ്മയും വിട്ടുപോയത്. ഈ തവണ കുഞ്ഞു പശുവിന് നന്നായി മേത്ത് കൊടുക്കണം. അതിനായി നമ്മുടെ ഗോൾഡൻ അമ്മയെ അയക്കണം, അവന് പരിക്ക് വരാതിരിക്കാൻ. ശ്രദ്ധിക്കണം, അവയ്ക്ക് ചെറിയ ഒരു മക്കു പോലും വന്നാൽ അവയിൽ നിക്ഷേപിച്ച എല്ലാ പണവും നഷ്ടമാകും. ആടുകളെ സൂക്ഷ്മമായി കാത്തു സൂക്ഷിക്കണം. നാം പോകുന്ന സ്ഥലം ആടുകൾക്ക് നല്ലതായിരിക്കും, പക്ഷേ 2 കൂട്ടരും നല്ലതായിരിക്കും. നാം അവൻ മേത്ത് കൊടുക്കാതെ നോക്കണം. ഞാൻ വരാം എന്ന് പറഞ്ഞാലോ? അല്ല, നീ ശാലയെ നോക്കണം. നമ്മൾ പോകുന്ന പ്രദേശം മുഴുവൻ സുരക്ഷിതമല്ല. ഈ ആടുകളെ സിംഹങ്ങളിൽ നിന്നും കടികളിൽ നിന്നും രക്ഷിക്കണം.
നീ വരാൻ കഴിയില്ല എലി. ഏയ് കരടി വന്നാൽ ഇവരെ രക്ഷിക്കണോ, അല്ലെങ്കിൽ ആടുകളെ രക്ഷിക്കണോ? അത്ര സംശയം എന്തിനാ? ആ ആട് ജീവിച്ചാൽ എങ്കിലും നമ്മൾക്ക് ലാഭമുണ്ട്. ഇവനിൽ നിന്ന് നമ്മൾക്ക് എന്ത് ലാഭം? ഏയ് എല്ലാവരും നടക്കും. സമയം ആയി. പോകണമെങ്കിൽ നടക്കും. പ്രിയ പ്രിയ എവിടെയാണ്? ഇവിടെയുണ്ട്, അകത്തേക്ക് വാ. എന്ത് ചെയ്യുന്നു അമ്മേ? ചപ്പാത്തി വേവിക്കുന്നു. കുളിച്ച് വാ, ഭക്ഷണം നൽകാം. എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോളൂ. എന്താ അതു? എന്ത് സംഭവിച്ചു? ഒന്നുമില്ല അമ്മേ. നിന്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്ത് സംഭവിച്ചെന്ന് പറയൂ. ശരി, പോയ കാര്യത്തിന് എന്തായി? ഞാൻ എന്തു പറഞ്ഞാലും അവിടെയുള്ളവർ എന്നെ വളരെ മോശമായി കാണുന്നു. അവർക്കൊന്നും തെറ്റില്ലല്ലോ. എൻ്റെ കാരണത്താൽ ഒന്നും ഉപകാരമില്ല. പാവം ദാവീദ് എനിക്ക് ഒരു ജോലി തന്നു. പക്ഷേ എൻ്റെ വഴി അവന് ലാഭം ഒന്നുമില്ല. എല്ലാം നഷ്ടം മാത്രമാണ്. അങ്ങനെ എന്തിനു വിചാരിക്കുന്നു? ഉപകാരമില്ലാത്തവനെന്നു കരുതി ഞാൻ നിന്നെ ജോലിയിൽ ചേർത്തോ? ഇല്ലെങ്കിൽ അവരൊക്കെയും ആടുകളെ കൊണ്ടുപോയി. ഞാൻ ഉപകാരമില്ലാത്തവനാണെന്ന് കരുതി അതിനാലാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു പോയത്. അങ്ങനെ എന്തിനു വിചാരിക്കുന്നു? എവിടെയുണ്ടെന്നതോ എന്ത് ചെയ്യുന്നു എന്നതോ പ്രധാനമല്ല, എങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. നാം ചെയ്യുന്ന ഏത് ജോലി ആയാലും ശ്രദ്ധയോടെ ചെയ്യണം. മനുഷ്യർക്കായി ചെയ്യുന്നതുപോലെ അല്ല, ദൈവത്തിനായി ചെയ്യുന്നതുപോലെ ചെയ്യണം. നാം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നോക്കൂ, ആ ശാല മുഴുവൻ നിനക്കാണ് അപ്പൻ പറഞ്ഞത്. നിനക്ക് നൽകിയ ജോലിയെക്കുറിച്ച് ചെറുതായി ആലോചിക്കുന്നത് നിർത്തി ആ ശാലയെ വൃത്തിയായി സൂക്ഷിക്കൂ. നിനക്ക് നൽകിയ മൃഗങ്ങളെ നന്നായി മേയ്ക്കൂ. നിന്റെ ജോലിയനുസരിച്ച് ദൈവം നിന്നെ ആദരിക്കും. എനിക്ക് പ്രാധാന്യമില്ലെന്ന വാക്കുകൾ ഞാൻ അവഗണിച്ചു. ശരി, കുളിച്ച് വാ, അപ്പം വയ്ക്കാം. അയ്യ, ആരാണ്? ഞങ്ങൾക്ക് സത്രത്തിൽ സ്ഥലം ഉണ്ടോ ആണ്ടി? ഇല്ല. എന്തെന്നാൽ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഈ രാത്രി ഞങ്ങൾക്ക് വിശ്രമിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടോ ആണ്ടി? ഇല്ലെന്ന് പറഞ്ഞതല്ലേ, പോ. അയ്യ, കുറച്ച് ദയവായി കാണിക്കൂ. രാത്രിയിൽ പോ. ഞാൻ ഇനിയും വരാൻ കഴിയുന്നില്ല, കുറച്ചു നേരം.
എനിക്കാവില്ല, അയ്യോ. എൻ്റെ പ്രഭുവേ, കുഞ്ഞു വരാനുള്ള സമയമാണ്. എനിക്ക് കഴിയുന്നില്ല. മരിയ, കുറച്ച് ക്ഷമയോടെ, ഇവിടെ അടുത്ത് ഒരു സത്രമുണ്ട്. ഇല്ല, കുറച്ചു നേരം. എനിക്ക് കഴിയുന്നില്ല, അമ്മോ, എൻ്റെ പ്രഭുവേ. അയ്യോ, എന്ത് സംഭവിച്ചു? എൻ്റെ ഭാര്യ പ്രസവ വേദനയിലാണ്. അരേ, സത്യം കടന്നു വന്നില്ലേ? സത്രത്തിൽ കാണാനായില്ല. അയ്യോ, അതെ. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടുമോ? സ്ഥലം? ശരി, വരൂ വരൂ. തണുപ്പ് കൂടുതലാണ്. എല്ലാവരും ഒന്നിച്ച് ഇരിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഇതാ ജനങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന മഹാസുവാർത്ത ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങളുടെ വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചു. ഇവൻ തന്നെയാണ് കർത്താവായ ക്രിസ്തു. ഇതിനാണ് നിങ്ങൾക്ക് അടയാളം. ഒരു ശിശുവിനെ പൊത്തിയിട്ട് ഒരു തോറ്റിയിൽ കിടക്കുന്നത് നിങ്ങൾ കാണും. ഉയർന്നവിടങ്ങളിൽ ദൈവത്തിന് മഹത്വവും അവന് പ്രിയപ്പെട്ട മനുഷ്യർക്ക് ഭൂമിയിൽ സമാധാനവും ഉണ്ടാവട്ടെ. അയ്യോ, കാലിൽ നിൽക്കാൻ കഴിയുന്നില്ലേ? എങ്കിലും പരവായില്ല, പണിയുള്ളവരെ വിട്ട് നമ്മളുടെ രക്ഷകനെ കാണാൻ പോയി അവനെ ആരാധിക്കാം. വരൂ. ദാവീദ് വന്നാൽ ഞാൻ എന്ത് പറയണം? ആ അമ്മയെയും കുഞ്ഞിനെയും കണ്ട് ദാവീദ് എന്ത് പറയും എന്നറിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് കാര്യം? ഈ രാത്രി സമയത്ത് വരുന്നു. എന്ത് സംഭവിച്ചു? പാടത്തിൽ ആടുകളെ കാത്തിരിക്കുമ്പോൾ ആകാശത്ത് ഒരു ദൂത് പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ രക്ഷകൻ ജനിച്ചു, ഇന്നത്തെ രാത്രി ജനിച്ചു എന്ന് പറഞ്ഞു. ചുരുൾ തുണികളിൽ പൊതിഞ്ഞ് ഒരു തൊട്ടിലിൽ കിടക്കുന്നതായി കാണുമെന്ന് ദൂത് പറഞ്ഞു. ഗ്രാമത്തിലെ 10% വളർന്നു കഴിഞ്ഞു. വേറൊന്നും കണ്ടെത്താനായില്ല. എവിടെയാണ് ഈ രാത്രി ജനിച്ച ശിശുക്കൾ? ആ ദൂത് കള്ളം പറയില്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അത് നിങ്ങൾക്ക് കേട്ടോ? അറിയില്ല എന്താണത്. ശിശുവിന്റെ കരച്ചിൽ കേൾക്കുന്നു. നമ്മുടെ പാക്കിൽ നിന്ന് വരുന്നത് പോലെയാണ് നിങ്ങൾക്ക് കേൾക്കുന്നതോ? അത് സന്ധ്യാകാലത്ത് കാമേനിപ്പുകളോടെ കരയുകയാണ്. ബാക്കി കുറച്ച് സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു. അവകാശപ്പെടാൻ കഴിഞ്ഞില്ല. അത് എന്ത്? ഈ രാത്രി ജനിച്ച ശിശു ഇവിടെ തന്നെയാണോ? രക്ഷക്കുടി നമ്മുടെ വീട്ടിൽ ജനിച്ചോ? പൊത്തി വെട്ടിയെടുത്ത് ആ മൃഗങ്ങളുടെ തൊട്ടിൽ വെച്ചു. നമ്മൾ മിസ് ചെയ്തു. രക്ഷകൻ നമ്മളെ ആഗ്രഹിച്ചു എന്നതിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നടക്കൂ, നോക്കാം.
രാജാവ് ജനിച്ചു, മഹാരാജാവ് ജനിച്ചു. വരൂ വരൂ, എല്ലാവരും വരൂ. ഹേ, രാജാവ് ജനിച്ചു, മഹാരാജാവ് ജനിച്ചു, വരൂ വരൂ. ഈ ആഘോഷം കാണൂ. ഈ ലോകത്തിന് രക്ഷകൻ ജനിച്ചു. നമ്മുടെ ദൈവദേവൻ ഭൂമിയിൽ ഇറങ്ങി വന്നു. ആകാശവും ഭൂമിയും ഉല്ലാസത്തോടെ ആ നക്ഷത്രം തെളിഞ്ഞു. സന്തോഷം നിറഞ്ഞു, ആഘോഷമായി. രാജാവ് ജനിച്ചു, മഹാരാജാവ് ജനിച്ചു, വരൂ വരൂ, ആഘോഷിക്കൂ. ഈ ലോകത്തിന് രക്ഷകൻ ജനിച്ചു. നമ്മുടെ ദൈവദേവൻ ഭൂമിയിൽ ഇറങ്ങി വന്നു. ആകാശവും ഭൂമിയും ഉല്ലാസത്തോടെ ആ നക്ഷത്രം തെളിഞ്ഞു. സന്തോഷം നിറഞ്ഞു, ആഘോഷമായി. തയ്യാ, രക്ഷകനെ കാണാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. വയലിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ജന്മത്തിന്റെ ശുഭവാർത്ത ഞങ്ങൾക്ക് അറിയിച്ചു. ഗ്രാമത്തിൽ എല്ലായിടത്തും തിരഞ്ഞു. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ചെറിയ മൃഗങ്ങളെ ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് അത്യന്തം സന്തോഷമാണ്. എൻ്റെ ഭാര്യ വേദനയിലായിരുന്നപ്പോൾ ഈ കുട്ടി ഞങ്ങൾക്ക് വളരെ സഹായം ചെയ്തു. ആരുടെയും സഹായം ഇല്ലാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സഹായം പോലെ അവൻ ഞങ്ങളുടെ കൂടെ നിന്നു. ഞങ്ങൾ അതിനായി കൃതജ്ഞരാണ്. അയ്യോ സ്വാമി, അങ്ങനെ പറയരുത്. പണികേടായ എന്നെ എൻ്റെ ദൈവം മറക്കാതെ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ജന്മം ധന്യമായി മാറ്റി. നിങ്ങളെ സേവിക്കാൻ കഴിയുന്നത് എനിക്ക് വലിയ ഭാഗ്യമാണ്. കിഴക്കൻ ദേശങ്ങളിൽ നിന്നുള്ള ജ്ഞാനികൾ ആകാശത്തിലെ ഒരു നക്ഷത്രത്തെ പിന്തുടർന്ന കനികൾ കൈവശം വച്ച് രാജാവിനെ ആരാധിക്കാൻ വന്നിരുന്നു. പൊന്നാണ് അവന്റെ ദൈവത്വത്തിന്റെ പ്രതീകം. കുമ്പിൽ അവന്റെ ആശ്രമ ജീവിതത്തിന്റെ പ്രതീകം. എന്നത് അവന്റെ മരണത്തിന്റെ പ്രതീകം. സ്വാമി, കന്യകയുടെ ഗർഭത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ദരിദ്രമായ മൃഗശാലയിൽ ഇന്ന് നമ്മുടെക്കായി രക്ഷകൻ ജനിച്ചു. നമുക്ക് ഒരു ശിശു ജനിച്ചു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. അവന്റെ ഭുജത്തിൽ രാജഭാരം ഉണ്ടായിരിക്കും. അത്ഭുതകരൻ, ഉപദേശകൻ, ശക്തനായ ദൈവം, ശാശ്വത പിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്നിങ്ങനെയാണ് അവൻ പേരിടപ്പെട്ടത്. അവന്റെ നാമം യേശു.